ഓക്കെ, പ്രണവ് ചോദിച്ചോളൂ. ഈ ഒളിമ്പിക്സിന്റെ ഇതിന്റെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ പിന്നെ അഫർമേഷൻ മറ്റു അഫർമേഷനും ഈ ഇവിടെ ചെയ്യുന്ന അഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെനിക്ക് കോഡ് പെട്ടെന്ന് വന്നപ്പോ അവിടെ ചെറിയൊരു മിസ്സിങ് വന്നുപോയി, പറയുന്നത് വ്യക്തമായില്ല. അഫർമേഷൻ എന്ന് പറയുന്നത് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് സാധാരണ ട്രെയിനിങ്ങിന് നമ്മൾ കൊടുക്കുക. ഒരു പ്രത്യേക ആവശ്യമുണ്ട്. ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ്. ബോബ് പ്രോക്ടർ ആണ് ഇതിന്റെയൊക്കെ രാജാവ്. ഈ ട്രെയിനിങ്ങിൽ അഫർമേഷൻ ഉപയോഗിക്കുന്ന രാജാവ് ബോബ് പ്രോക്ടർ ആണ്. പുള്ളി പറഞ്ഞത് ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഐ ഹാവ് പ്ലെന്റി ഓഫ് സോഴ്സസ്, അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഈവന്റിനെ ലക്ഷ്യമാക്കുന്ന കാര്യമാണ്. ഒരു ഈവന്റിന് വേണ്ടി ചെയ്യുന്നു. ആ ഈവന്റിനനുസരിച്ച് നമ്മൾ അതിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു അഫർമേഷൻ പറയുന്നു. അത് ആവർത്തിച്ച് പറയുന്ന സമയത്ത് അത് സംഭവിക്കും. എന്നിലേക്ക് ഇൻകം വരും, അല്ലെങ്കിൽ എന്നിൽ ഇന്നത് വരും എന്നൊക്കെ ഉള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞൊരു ഉദാഹരണം ഇതാണ്. അതായത് ഞാൻ ധീരനാണ്, ഞാൻ ധീരനാണ്, ഞാൻ ധീരനാണെന്ന് പറഞ്ഞ് അഫേം ചെയ്ത ഒരാൾ, അയാൾക്ക് വെയില് എന്താണെന്ന് അറിയില്ല, വെയിലിനെ പേടിയാണ്. മഴ കൊണ്ടുകഴിഞ്ഞാൽ പനി വരുന്ന പേടിയുള്ള ആളാണ്. ആഴം വെള്ളത്തിൽ നീന്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നമാണെന്ന് പറയുന്നത്, മണ്ണിൽ കാല് ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ലോകം മുഴുവൻ രോഗാണുക്കളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ വീട്ടിനകത്തൊക്കെ സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പുക വെച്ച് കൊന്നു കളയണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ വിശ്വാസമുള്ള ഒരാൾക്ക് ഞാൻ ധീരനാണെന്ന് അഫേം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാവോ? കാര്യം ഉണ്ടാവും. ഇത് പ്രണവ് എന്ത് തോന്നുന്നു? ഉണ്ടാവോ? നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടുന്ന ഫണ്ടമെന്റൽ നോളജ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിന്റെ പ്രാഥമിക ഭാഗങ്ങൾ മുഴുവൻ തന്നെ ആ ഫണ്ടമെന്റൽ അഫർമേഷൻസ് കൊടുക്കുന്നതാണ്. ഫണ്ടമെന്റൽ അഫർമേഷൻസിന്റെ കാര്യത്തിൽ അത് എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്യും, എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്യും, എല്ലായിടത്തും വർക്ക് ചെയ്യും. ഏത് അഫർമേഷനും നമ്മളിൽ കൊടുക്കുന്നതിന് മുമ്പ് ഈ അഫർമേഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫങ്ഷൻ ആവും. ഓക്കെ, ഏത് അഫർമേഷനും വർക്ക് ചെയ്യും. ഓക്കെ, ദർശൻ അടുത്ത ചോദ്യം എഴുതിയിട്ടുണ്ട്, പറയൂ. ഈ അഫർമേഷൻസ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ അടുത്തില്ലെങ്കിലും ഫോൺ വിളിയോ അല്ലെങ്കിൽ അയാൾ നമ്മളോട് അടുത്ത് വരികയോ അങ്ങനൊക്കെ നടക്കേണ്ടത് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അതേപോലെ ഈ അഫർമേഷൻസ് പറയുന്ന സമയത്തും ചില വിഷയങ്ങൾ അതേപോലെ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ ഈ പറയുമ്പോ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് മൈൻഡ് പാറ്റേൺ തന്നെ മാറ്റുകയാണോ ചെയ്യുന്നത്, അല്ല വേറെ എന്തെങ്കിലും പ്രകൃതിയില് നടക്കുന്നുണ്ടോ? ഇത് നടത്തുന്നത് ആരാണ്? നല്ല ചോദ്യം. അതിന് ഉത്തരം പറയാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്നുള്ള ചെറിയ സംശയമുണ്ട്. എന്ന് വെച്ചാല് ഇത് ആരാണ് നടത്തുന്നത് അറിയണമെങ്കിൽ ഇതിന്റെ ഭൂമിയുടെ സ്ട്രക്ചർ അറിയണം, പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചർ അറിയണം. പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചർ നെസ്റ്റഡ് ഹൈറാർക്കി എന്നൊരു സ്ട്രക്ചർ ഉണ്ട്. ദർശനം അറിയാമത്. നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ള സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോ എന്റെ ശരീരത്തിന്റെ അകത്ത് അവയവങ്ങളുണ്ട്, അവയവങ്ങൾക്കകത്ത് കലകളുണ്ട്, കലകൾക്കകത്ത് കോശങ്ങളുണ്ട്. ഇതേ ഷേപ്പ് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ അകത്ത് ഗാലക്സികൾക്കുള്ളത്. ഗാലക്സിക്കകത്ത് സോളാർ സിസ്റ്റത്തിനകത്ത് പ്ലാനറ്റിനകത്ത് ഗയ്യ എന്നുള്ള പ്ലാനറ്റിനകത്ത് ലിവിങ് കൈൻഡ്, ഹ്യൂമൻ കൈൻഡ് അല്ലെങ്കിൽ മാൻ കൈൻഡ്, അതിനനുസരിച്ച് അതിനകത്ത് മാൻ, അതിനകത്ത് അവയവങ്ങൾ, ഇങ്ങനെ ആ ഒരു ഹൈറാർക്കി ഉണ്ട്. ഇവയെല്ലാം തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇതെങ്ങനെയാണ് ഈ കണക്ടിവിറ്റി എന്നുള്ളത് മനസ്സിലാക്കും. അതിനാണ് ഇക്കോ സൈക്കോളജി എന്ന് പറയുക. ഈ ഒരു ഏരിയയാണ് ഇക്കോ സൈക്കോളജി എന്ന് പറയുക. അത് ഉപയോഗിച്ചാണ് മനസ്സിലാക്കാൻ പറ്റുക. വിശദീകരിക്കാൻ കഴിയാണ്ടല്ല, അത് പറഞ്ഞു പോയാൽ കുറെ സമയം വേണ്ടി വരും. താല്പര്യമുള്ളവര് മറ്റു ചോദ്യങ്ങളുമായിട്ട് പുറകെ വന്നോളൂ, നമുക്ക് സംസാരിക്കാം. എനിക്കിത് വിഷയം മനസ്സിലായി. ചോദിക്കുമ്പോൾ വേറെ വല്ല ചിത്രങ്ങളൊക്കെ കൊണ്ടിട്ടാണ് എക്സ്പ്രഷൻ ഉണ്ടാവാന്ന് മനസ്സിലായി. എന്നാലും അത് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിലാണ്. ഇവിടെ ഉള്ളവർക്കും അത് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോ പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ, പ്രപഞ്ചത്തിനകത്ത് കൂടുകൾക്കകത്ത് പ്രപഞ്ചം എന്ന കൂടിനകത്ത് ഗാലക്സി ആകുന്ന കൂടുകൾ, ഗാലക്സി ആകുന്ന കൂടിനകത്ത് സോളാർ സിസ്റ്റംസ് ആകുന്ന കൂടുകൾ, സോളാർ സിസ്റ്റത്തിനകത്ത് ഗ്രഹങ്ങളാകുന്ന കൂടുകൾ, ഗ്രഹത്തിനകത്ത്
ജീവജാലങ്ങളാകുന്ന കൂടുകൾ, ഒരു മനുഷ്യരാശി എന്ന ജീവജാലത്തിനകത്ത്, ജീവരാശിക്കകത്ത്, ജീവിവർഗത്തിനകത്ത് മനുഷ്യൻ എന്ന കൂട്, ഞാൻ എന്ന കൂടിനകത്ത് ഒരുപാട് അവയവങ്ങളാകുന്ന കൂടിനകത്ത് കലകൾ ഒരുപാട്. ഈ ക്രമം ഞാൻ വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ കാര്യം. കൂടുന്നുള്ള പേര് മാത്രമേ പഠിക്കാതെ ഉണ്ടാവുള്ളൂ. ആ കൂടുന്നുള്ള പേര് ഇവർ മാറ്റിവെച്ചതാണ്, നിങ്ങളെ അറിയിക്കാതിരുന്നതാണ്. അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നാണെന്ന് മനസ്സിലാവും. നമ്മൾ ഒന്നാണെന്ന് മനസ്സിലായാൽ അവർക്ക് നമ്മളെ വിഭജിച്ച് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ് നമ്മളെ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ എന്റെ ഒരു അവയവത്തിലേക്ക് ഒരു പൊട്ടുസൂചി കുത്തുമ്പോൾ അതുപോലെ തന്നെ വേറൊരു അവയവത്തിന് ഞെട്ടൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ടും അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടേക്ക് കണക്റ്റഡ് ആണ്. ഞാനും ദർശനം നമ്മളെ ഉൾക്കൊള്ളുന്ന ജീവിവർഗത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് എന്നിൽ ഞെട്ടൽ ഉണ്ടാകുമ്പോൾ എന്നോട് അഭിമുഖമായിരിക്കുന്ന ദർശനം ഞെട്ടൽ ഉണ്ടാവുന്നത്. കാരണം നമ്മൾ തമ്മിൽ മുകളിൽ കണക്റ്റഡ് ആണ്. ആ മുകളിൽ എന്നുള്ള അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ഈ ഹൈറാർക്കിയെ കുറിച്ച് സയന്റിഫിക്കലി മനസ്സിലാവണം. സയന്റിഫിക്കലി മനസ്സിലാവണം എന്ന് വെച്ചാൽ സിസ്റ്റംസ് ലോയെ കുറിച്ച് അറിയണം. നമ്മൾ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫിസിക്സ് ഉപയോഗിച്ചിട്ട് ശാസ്ത്രത്തെ നിർദ്ധാരണം ചെയ്യുന്ന അവസ്ഥ വെച്ചിട്ട് ഇത് മനസ്സിലാവില്ല. ഞാൻ എത്രയും കൂടെ അവിടെ നിർത്തുന്നു. വിശദീകരിക്കാൻ പോയാൽ എത്ര സമയം വേണ്ടെന്ന് അറിയാമല്ലോ. കൂടുതൽ അറിയേണ്ടവർക്ക് നമ്മുടെ ചാനലിൽ ഇക്കോജെനസിസ് എന്നുള്ളൊരു പ്രഭാഷണ പരമ്പരയുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. ഇനി എന്താണ് ചോദ്യങ്ങൾ? ഞാൻ മറ്റേ രജിസ്ട്രേഷനുള്ള ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഹലോ, ആഷിഖ് പറയും. എന്നാ ചേട്ടാ, നമ്മളെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പൊ എനിക്ക് അതിൽ ഉള്ളെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ മുൻജന്മ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമുക്ക് ഇപ്പോ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്കുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. പരിവർത്തന മേഖലയിൽ കൂടെ വരുന്ന സ്വാഭാവികത ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് ഇപ്പൊ പറയുന്ന ഈ അഫർമേഷനുമായിട്ട് ബന്ധമുണ്ടോ? ഈ മുജ്ജന്മം എന്നുള്ളത് നമ്മുടെ ഒരു സങ്കല്പമല്ലേ? ഈ ഇന്ത്യക്കാർ മാത്രമല്ലേ പുനർജനിക്കാറുള്ളൂ? മുജ്ജന്മം, പിന്നീടുള്ള ജന്മം എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ അപ്പുറത്തുള്ള ആളുകൾക്ക് എന്താ ഇല്ലാത്തത്? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ എപ്പിക്സിലൊക്കെ അത് കാണേണ്ടതല്ലേ? അവിടുത്തെ പുരാണങ്ങളിലും അവിടുത്തെ ജീവിവർഗങ്ങളിലും ഒക്കെ അത് കാണേണ്ടതല്ലേ? ഇന്ത്യയിൽ മാത്രമുള്ള എന്താണ്? ഇന്ത്യയുടെ ഒരു വിശ്വാസമാണിത്. അപ്പൊ പുനർജന്മം എന്നുള്ളതല്ല ഉണ്ടാവുന്നത്. അതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിസ്റ്റമിക് തിങ്കിങ്ങിലൂടെ നെസ്റ്റഡ് ഹൈറാർക്കിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. ഇത് പുനർജന്മമല്ല, ബോധമാണ് ഇവിടെ ഓരോ കാര്യത്തെയും ആവിഷ്കരിക്കുന്നത്. ബോധമാണ് ഓരോന്നിനെയും രൂപപ്പെടുത്തുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച്, നിങ്ങളിപ്പോ രോഗിയാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് രോഗമുണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങൾക്ക് ഉണ്ടായി. രോഗമുണ്ടോ എന്നൊരു അന്വേഷണം. അതായത് എനിക്ക് 10-50 വയസ്സായില്ലേ, ഇനിയിപ്പോ വല്ലതുമുണ്ടോ എന്നൊരു ടെസ്റ്റിന് പോയേക്കാം, അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റിന് പോയി. വെറുതെ ഉണ്ടിറങ്ങി പണിയും ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരിക്കും. ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്യും. അയ്യോ നിങ്ങളുടെ അത് കൂടി ഇത് കൂടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 4 സാധനം കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ നിങ്ങൾ രോഗിയായി. അത് പോകുന്നിടം വരെ നിങ്ങൾ രോഗിയല്ല. നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള വഴിയുണ്ട്. നിങ്ങൾ റിട്രീവ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിനകത്ത് റെസിലിയൻസ് എന്നുള്ളൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഉപയോഗിച്ച് നിങ്ങൾ തിരികെ വന്നിരിക്കും. നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയാൽ ഭക്ഷണം ഒഴിവാക്കുന്നത് പട്ടിയും പൂച്ചയും ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ നിങ്ങളത് ചെയ്യൂല. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അവർ പറയുന്നതനുസരിച്ച് ആ മാറ്റം നിങ്ങളുടെ ഉള്ളില് ആ ഒരു ബോധം ഉണ്ടാക്കി തരും, രോഗബോധം ഉണ്ടാക്കി തരും. രോഗബോധം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ രോഗിയായി തീരും. അപ്പൊ ഈ ബോധം എന്ന് പറയുന്ന സംഭവമാണ് ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ ജനതയ്ക്ക് മുഴുവൻ, അതായത് മനുഷ്യരാശിയുടെ ഈ ജനതയ്ക്ക് മുഴുവൻ ഇത്തരം ഒരു രോഗാവസ്ഥ ഉണ്ടാകും എന്ന് പൊതുമാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട്, അവരൊന്നും ചിന്തിക്കുക ആവശ്യമില്ല, അവർക്ക് ആ രോഗം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോ ബോധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ വാഷ് ചെയ്യാൻ പറ്റും. ആ ജനതയെ മുഴുവൻ വാഷ് ചെയ്യുന്നത് വഴി നമുക്ക് പൂർണ്ണമായിട്ടും അടുത്ത തലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ തലമുറകളിലൂടെ നമ്മളിലേക്ക് ആരോപിച്ചെത്തിയ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം. അത് നമ്മുടെ തലമുറകൾ കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത പ്രശ്നങ്ങളാണിതെല്ലാം. അത് ഇത്തരം ബോധത്തെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് വഴി ലോകത്തെ നയിച്ച ആളുകൾ, അതാത് കാലത്ത് നയിച്ച് കൊണ്ടുപോയ ആളുകൾ ഉണ്ടാക്കിയെടുത്ത കൃത്രിമമായിട്ടുള്ള അവസ്ഥകളാണ്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ അഫർമേഷൻ എന്തായാലും കഴിയും.
മുഴുവനായിട്ടും കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെയും താളത്തിനും യുക്തിക്കും അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക. അത് അവര് റിതം സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ പരിണാമ ശ്രേണി എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിൽ വ്യത്യാസം. ഓരോരുത്തരും ഇത് ഫലിക്കുക അല്ലെങ്കിൽ ഫലിക്കാതിരിക്കുക. പക്ഷെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മാറ്റം വരുത്താൻ കഴിയും, സാരമായ മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ആഷിഖ്, ഇതാണ് എന്റെ ഉത്തരം. ഞാൻ ഇത് ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ അഫർമേഷനിലെ ചില ശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ജീവൻ മണ്ഡലത്തിന് മുമ്പ് അതിന്റെ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോ അത് ഇങ്ങനെ തലമുറയായിട്ട് വന്ന് ഭവിക്കുന്ന കാര്യങ്ങൾ കേട്ടതുകൊണ്ടാണ് അത് ഈ ജന്മം, പുനർജന്മം അല്ലെങ്കിൽ മുജ്ജന്മം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് വേറൊരു ധ്വനിയും വേറൊരു അർത്ഥവുമാണുള്ളത്. അത് മാറ്റിവെച്ചിട്ട് അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശദീകരിച്ചത്. Is that clear? ഓക്കെ. കാരണം മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കേട്ട കാര്യങ്ങൾ വെച്ചാൽ ഈ ജന്മവാസന രീതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജന്മവാസന എന്ന് പറയുന്നത് പുനർജന്മവുമായി ബന്ധപ്പെട്ടത്. ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വാസന, അതായത് ഓരോ ജീവിയും ഉണ്ടാകുന്നതിന് ഓരോ ധർമ്മം ഉണ്ടായിരിക്കും. ഓരോ ജീവിക്കും ഒരു ധർമ്മമുണ്ട്. എന്റെ കൈക്കൊരു ധർമ്മമുണ്ട്, വിരലിനൊരു ധർമ്മമുണ്ട് എന്നതുപോലെ എനിക്കൊരു ധർമ്മമുണ്ട് ഈ രൂപം കൊണ്ടുവന്നതിന്. ആ ധർമ്മം എന്താണോ അതിനനുസരിച്ച് അത് ചെയ്യാനുള്ള വാസന, തോന്നൽ, ഉൾവിളി എന്റെ ഉള്ളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് ജന്മവാസന എന്ന് പറയുക. ആ ജന്മവാസന ഉണ്ടാവും, ഓരോ ജീവിക്കും ഉണ്ടാവും, ഓരോ വ്യക്തിക്ക് ഉണ്ടാവും. ആ വാസന അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനകത്തേക്ക് പോകാൻ പറ്റും. വാസന അറിയാതെ സായിപ്പ് പറയുന്ന രീതിയിൽ പോകണം ചെയ്താൽ നമ്മൾ എത്താൻ ബുദ്ധിമുട്ടും. നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോകേണ്ടി വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു സന്തോഷ്. ഓക്കെ സന്തോഷ് സാർ, സന്തോഷ് സാർ, എന്റെ പേര് അബ്ദുൽ സമദ് ആണ്. ഞാൻ ഈ പരിപാടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനത് കാത്തിരിക്കുകയാണ്. എനിക്ക് സംശയങ്ങളൊന്നുമല്ല, പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം അത് എന്നെ കുറിച്ചാണോ അത് പറയുന്നത് എന്നുള്ള രീതിയിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് 2 minutes 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ അത് നമ്മൾ നീട്ടി വെക്കുന്നതിൽ അതൊക്കെ എനിക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും ഉള്ളൂ. അത് നമ്മൾ നീട്ടി വെക്കും, പിന്നീട് ഒരു മൈൻഡ് വരും. അപ്പൊ ആ ഒരു എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇപ്പൊ സർവ്വതും നമുക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ ആ ഒരു ലിങ്ക്, അതായത് നമ്മൾ ഈവൻ ഒരു നോട്ടം പോലും അതിനൊരു ലോ ഓഫ് റിട്ടേൺസ് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പെരുമാറ്റം, നമ്മൾ വളർന്ന ചുറ്റുപാടുകൾ, വളർന്ന സാഹചര്യങ്ങൾ, അല്ലെ, അതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ ഈവൻ ഒരു നോട്ടം പോലും അതിനൊരു കാര്യഗ്രാഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, അത് വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയത് തീർച്ചയായിട്ടും നമുക്കതൊരു നമ്മുടെ ക്യാരക്ടറിലും നമുക്കത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നി. ഏതായാലും ആ പരിപാടിയിലിട്ട് ഈ 21 ദിവസത്തെ പ്രോഗ്രാമിലിട്ട് കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു, വളരെ ഉപകാരം ഉണ്ടായി. കാര്യങ്ങൾ പറഞ്ഞ് വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ലോജിക്കലായിട്ട് തോന്നുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളാണ് ഇപ്രാവശ്യം ഈ ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്തത്. സന്തോഷം. ഓക്കെ, അപ്പോ നമ്മള് ഇത് കഴിഞ്ഞാൽ, ഈ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് റേറ്റ് നമ്മൾ മാറ്റും. അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഞാൻ ആവർത്തിച്ച് പറയുന്നത് ജോയിനിങ് കൂടാൻ വേണ്ടിയിട്ട് അതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. സോ യു മേ ജോയിൻ. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പരിപാടി ഇവാലുവേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പുതിയ ആളുകളുടെ ഇവാലുവേഷൻ ആണ് നമുക്കിപ്പോ മുഖ്യമായിട്ടും വേണ്ടത്. പുതിയ ആളുകളുടെ പേര്, പുതിയതെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപാടി റെഗുലറായിട്ട് വരാതെ വരുന്നവര്, പിന്നെ ഇതിന്റെ 2ാമത് 3ാമത് വന്നവരൊക്കെ അങ്ങനെയുള്ളവരുടെ ആണ് കേൾക്കേണ്ടത്. അപ്പൊ അദ്ദേഹം ശ്രീ അബ്ദുൽ സമദ് ആദ്യമേ പറഞ്ഞു. ഭാഗീരഥി അമ്മ എന്ന് പറയാമോ ഈ പരിപാടി? എല്ലാവരുടെയും ഫോൺ നമ്പർ ഒന്ന് എഴുതിയിടണം, ആരും എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾക്ക് തുടർന്നും ഇത്തരം പരിപാടികളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി വരുന്ന പരിപാടികൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും പേരും ഫോൺ നമ്പറും എഴുതിയിടുക ഇവിടെ. അപ്പൊ തുടർന്ന് നിങ്ങൾക്ക് ഇത്തരം പരിപാടികളുടെ ഇന്റിമേഷൻ നിങ്ങൾക്ക് പേഴ്സണലി കിട്ടുന്നതായിരിക്കും.
ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇനി? ഓക്കെ, ഭാഗീരഥമ്മ, നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയാമോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം? എന്താണ് മനസ്സിലായത്? അത് കഴിഞ്ഞ് ഷൈജിത്ത് ഒന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഭാഗീരഥമ്മ പറയുന്നില്ല. ഷൈജിത്ത് പറയാമോ? അത് കഴിഞ്ഞ വിഷ്ണുദത്തം പറയണേ. ഷൈജിത്ത് പറയുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിഷ്ണുദത്തം പറയൂ. വിഷ്ണുദത്തം കഴിഞ്ഞാൽ പത്മനാഭൻ ഒന്ന് പറയുക. വിഷ്ണു പറയൂ. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഇതുപോലെ ഇങ്ങനെ പലയിടത്തും കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി അതിനെ കുറിച്ച് അങ്ങനെ വിശദമായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ, ഇപ്പം സാറാ പറഞ്ഞത്, ഒരു പരിചയമില്ലാത്ത ഒരാളെ നാളെ മുതൽ കാണുമ്പോൾ ഒന്ന് സ്മൈൽ ചെയ്യുക, അത് ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് എല്ലാവരോടും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പ്രായോഗിക തലത്തിൽ അങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ അത് അടുത്ത ദിവസം മുതൽ അയാൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് ഞാനത് ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ മുതൽ ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ വിഷ്ണു ഇത് നമ്മളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു മേ റൈറ്റ് ഡൗൺ യുവർ നമ്പർ. ഓക്കെ, അതൊരു മസ്റ്റ് അല്ല, നിങ്ങൾക്ക് തുടരണം, നമ്മളായിട്ടുള്ള കോൺടാക്ട് ഉണ്ടാവണം, തുടർന്ന് ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം മതി. ചോദ്യങ്ങൾ, സജിക്ക് ചോദ്യമുണ്ടല്ലേ? റൈറ്റ്, സജി പ്ലീസ് പറയൂ സജിയുടെ ചോദ്യം. അത് കഴിഞ്ഞ് കണ്ണദാസനും ചോദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ. സന്തോഷട്ടോ, നമസ്കാരം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല സെഷൻ ആയിരുന്നു. കാരണം ഈ ചിലവര് മടി കാരണം കാര്യങ്ങളെ മാറ്റിവെക്കുന്നു, ചിലർ ഉറക്കം കാരണം മാറ്റിവെക്കുന്നു, ചിലർക്ക് പെർഫെക്ഷൻ പോരാ, ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവില്ല എന്നുള്ളൊരു തോന്നൽ കാരണം മാറ്റിവെക്കുന്നു. അപ്പൊ ഈ മാറ്റിവെക്കുക എന്ന് പറയണത് നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്ത വരുന്നതിനുള്ള കാരണത്തെ കുറിച്ച് പറയണ്ടായി. അപ്പൊ ശരിക്കും അതിന്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു അത്. പിന്നെ എനിക്കൊരു മനസ്സിലാവാത്തൊരു പോയിന്റ് ഇതിൽ വന്നത് എന്താന്ന് വെച്ചാല്, ഈ മൊബൈൽ ഫോണിൽ ഒരു പ്രോഗ്രാമിങ് ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്കത് പിന്നെയും കാണാൻ തോന്നുന്നത് അതുകൊണ്ടാണ് എന്ന് സന്തോഷേട്ടൻ പറയുണ്ടായി. എനിക്ക് അത് മനസ്സിലായില്ല. പിന്നെ ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അതായത് ഈ നമ്മുടെ തോട്ട് പാറ്റേണിനെ സ്വാധീനിക്കാൻ പാകത്തിലുള്ള ഇപ്പൊ ചില ഭക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലോ, ഭക്ഷണ സാധനങ്ങൾക്ക് ഡോപ്പമിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ചില ഭക്ഷണ സാധനങ്ങൾക്ക് ഡോപ്പമിൻ, ഉദാഹരണത്തിന് ചോക്ലേറ്റ് ഡോപ്പമിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡോപ്പമിൻ ഉണ്ടാകുന്ന സമയത്ത് ബ്രെയിൻ വളരെ പെട്ടെന്ന് ആ ഒരു മൂഡിലേക്ക് ചെല്ലാൻ താല്പര്യപ്പെടും. അപ്പോ ഡോപ്പമിൻ ജനറേറ്റ് ചെയ്യുന്ന ആ സാധനങ്ങളെ ഭക്ഷ്യസാധനങ്ങളിലേക്ക് ചെല്ലാൻ നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷനിങ് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോ നമ്മൾ വീണ്ടും ചോക്ലേറ്റ്സ് കഴിക്കാൻ നമുക്ക് താല്പര്യം തോന്നും, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് ചില താല്പര്യം തോന്നും. പലപ്പോഴും ഇൻടോക്സിക്കൻസിനോടുള്ള നമുക്ക് താല്പര്യം വരുന്നത് അങ്ങനെയാണ്. അതിന് തത്തുല്യമായിട്ടുള്ള ബ്രെയിൻ ട്രിഗറിങ് നടത്തിയിട്ട് ഇത്തരം ഹാപ്പി ഹോർമോണുകളെ ജനറേറ്റ് ചെയ്യാനും, ഹാപ്പി ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ഹോർമോണുകളല്ല, അഡിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഹോർമോണുകളെ ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിങ്ങൾ ഓൾറെഡി ഒരുപാട് ഇപ്പൊ ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ ഗെയിമുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനുമൊക്കെ അപ്പുറത്ത് നമുക്ക് നേരിട്ട് കണ്ടാൽ ബോധ്യമാകാത്ത രീതിയിലുള്ള ഒരുപാട്, എനിക്ക് അതിന്റെ സങ്കേതങ്ങൾ പറയാൻ അറിയില്ല, കാരണം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആർക്കോൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ആർക്കോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഒറ്റക്കണ്ണന്മാർക്കും മുകളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജീവിയാണോ പാറ്റേൺ ആണെന്ന് അറിയില്ല, ഒരു സൂപ്പർ പാറ്റേൺ, മാസ്റ്റർ പാറ്റേൺ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു പാറ്റേൺ നമ്മുടെ ബ്രെയിനിനെ ഈ പാറ്റേണിനനുസരിച്ച്, ആർക്കോണിന്റെ പാറ്റേണിനനുസരിച്ച് ക്രമീകരിക്കാൻ പാകത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, എന്തുവന്നാലും ഈ അഡിക്ഷൻ എന്നുള്ള സാധനം ഉണ്ടാക്കാൻ പാകത്തില് ഉള്ള പ്രോഗ്രാമിംഗ് പ്രോസസ് അതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മളിപ്പോ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ അതിലെ കളർ ടോണുകൾ മുതൽ
അതിൽ ഉപയോഗിക്കുന്ന കളർ മുതൽ അതിലുപയോഗിക്കുന്ന ഫോണ്ടുകൾ, അവയുടെ ക്രമീകരണം, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാം ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ റേഷ്യോസ് ഉണ്ട്. ഈ റേഷ്യോ വരെ ഇത് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാമിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിംഗ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ ഈ ഇൻടോക്സിക്കന്റ് ആയിട്ടുള്ള ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഹോർമോണുകളെ ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ്. അതുപോലെ തന്നെ മെന്റൽ ഇമേജുകൾ ഉണ്ടാക്കി തരാൻ, സപ്ലിമിനൽ മെസ്സേജുകൾ തരാൻ ഒക്കെ ഇവ കേപ്പബിൾ ആണ്. അതുവഴി ഇതിന് ഈ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്, ഇതുപോലെ 100 കണക്കിന് കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ വഴി നമ്മളുടെ അറ്റൻഷനെ അതിലേക്ക് കൊണ്ടുപോകാനും അതിൽ പെർസിസ്റ്റ് ചെയ്യിക്കാനും അതുവഴി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് തരം പ്രോഗ്രാമിങ്ങുകൾ നടത്താനും, ഒടുവിൽ നമ്മൾ കുറെ നാൾ മൊബൈൽ നോക്കിയിരുന്നിട്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ കാര്യത്തിന് മറ്റേ വിഷ്വൽ എവിഡൻസോ അല്ലെങ്കിൽ മറ്റേ ടാഞ്ചിബിൾ എവിഡൻസ് ഇല്ല. അതേസമയം ഞാൻ സ്ഥിരം പറയാനുള്ള ഒരു ഉദാഹരണം ഉണ്ട്. ഇടിവെട്ടി തല പോയ ഒരു തെങ്ങ് വീഴാനായി നിൽക്കുന്നു. അതിന്റെ തുഞ്ചത്തൊരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഒരു പക്ഷി ഭക്ഷണ സാധനമായിട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു, വീണ്ടും ഭക്ഷണ സാധനമായിട്ട് പോകുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. കണ്ടു കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാക്കാം അതിന്റെ മുകളില് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടെന്ന്. കയറി നോക്കേണ്ട കാര്യമില്ല, അതിനത്ര തെളിവ് കിട്ടേണ്ട കാര്യമില്ല. മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുന്ന മുഴുവൻ ആളുകളും കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഒരു പുതിയ ജീവിത വീക്ഷണത്തിലേക്ക്, ലോകത്തോട്, ധാർമ്മികമായിട്ടുള്ള ഒരു അവസ്ഥയോട്, പരിസ്ഥിതിയോട്, സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത, റെവറൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകുമ്പോൾ മനസ്സിലാക്കുക എന്തോ സംഭവിക്കുന്നുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് ആർക്കോൺ പ്രോഗ്രാമിംഗ് ആണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനാണ് എന്റെ സാമാന്യബോധം എന്നോട് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ എന്റെ അനുവാചകർക്ക് പകർന്നു കൊടുക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സജി, പ്രാക്ടിക്കലി നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഓരോ നിമിഷവും നമ്മൾ അതിലോട്ട് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. യൂട്യൂബ് നോക്കുന്നവരാണെങ്കിലും, ഫേസ്ബുക്ക് നോക്കുന്നവരാണെങ്കിലും, ഇൻസ്റ്റാഗ്രാം നോക്കുന്നവരാണ് ആരെങ്കിലും, അത് എല്ലാ സമയവും നമ്മുടെ അടുത്തേക്ക് മൊബൈൽ ഒന്ന് എടുത്തു നോക്കുക. എന്തെങ്കിലുമൊക്കെ വന്നോണ്ടിരിക്കും, അത് നമ്മളെ ട്രിഗർ ചെയ്തോണ്ടിരിക്കും, പിന്നെ കാണാനായിട്ടും നോക്കാനായിട്ടും. ആ ആകാംക്ഷ ജനറേറ്റ് ചെയ്യത്തക്ക വിധത്തില്ല, അതൊരു അഡിക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് തന്നെ ആലോചിച്ചാൽ മതി. ഉപയോഗിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും നമ്മൾ അതിലോട്ട് എപ്പോഴും നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് വളരെ മനഃപൂർവ്വമായിട്ട് മാറി നിന്നെങ്കിലേ മാറ്റാനൊക്കെ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം ഇനി അടുത്ത 4 മണിക്കൂർ ഞാൻ മൊബൈൽ നോക്കില്ല എന്നൊരു ഡിറ്റർമിനേഷൻ എടുത്താൽ മാറ്റാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായും നോക്കി അത് തന്നെ ആലോചിച്ചാൽ മതി. താങ്ക് യു. നന്ദി സന്തോഷേട്ടൻ, നന്ദി വർഗീസേട്ടൻ. എനിക്ക് പിന്നെ വേറൊരു കാര്യം ഇതിനോട് അനുബന്ധമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ മടിയെ കുറിച്ച് പറഞ്ഞല്ലോ. മടി കാരണമാണ് പലരും മാറ്റിവെക്കുന്നത് പല കാര്യങ്ങളും. അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വർക്കഹോളിസം എന്ന് പറഞ്ഞിട്ട് ചിലര് അമിതമായിട്ട് ജോലി ചെയ്യും. അതായത് എത്ര വയ്യാതെയായാലും എത്ര സുഖമില്ലാതായാലും തന്റെ ജോലി അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ജോലിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് മാനസികാവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലെ? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓപ്പോസിറ്റ് അല്ല, ഒരേ കാര്യം തന്നെ 2 അവസ്ഥയിൽ 2 രൂപത്തിലുണ്ടാകുന്നത്. രണ്ടിന്റെയും 2 പോളുകളാണ്. നമ്മള് ലോ ഓഫ് പൊളാരിറ്റി പറയുന്നുണ്ടല്ലോ. ഇത് ഒന്ന് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരവസ്ഥ. വർക്കഹോളിസം എന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങളും രക്ഷപ്പെട്ട് ഒന്നിലേക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ വർക്കഹോളിക് ആയിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഫാമിലി സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവര് ഈ വർക്കഹോളിക് ആയിട്ട് ഈ സാധനത്തിൽ അങ്ങോട്ട് കുരുങ്ങും. അതിന്റെ കുരുങ്ങുന്ന ദിവസം മറ്റുള്ളതിൽ നിന്നും അവർ റിലീവ് ചെയ്തിട്ട് ഇവരെ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള റീസൺസ്, ഇത് ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള കുറെ റീസൺസ് ഉണ്ടാവും അതിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ. അത് ഇതിന്റെ തന്നെ ഈ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതിന്റെ മറ്റൊരു സംഭവമാണ് ഓവർ വർക്കും ഓവർ ആന്റിസിപ്പേഷനും. ഓക്കെ, വളരെ നന്ദി, സന്തോഷം. ഓക്കെ ശരി. ഞാൻ കണ്ണൻ വരൂ, നേരിട്ട് വരൂ. ഞാനിവിടെ ഗുരുകുലത്തിലാണുള്ളത്, അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ചോദ്യം ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാനിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇവാലുവേഷന്റെ അടുത്ത ആളിലേക്ക് പോവാം. സുനിത, പ്രൊഫസർ സുനിത അല്ലെ? സുനിത പ്ലീസ്. സാറേ നമസ്കാരം. നമസ്കാരം.
ഞാൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും വളരെ നല്ലൊരു സെഷനായിരുന്നു. എല്ലാത്തിലേക്കും ഉൾവിളിച്ച് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് ഊർജ്ജം എടുത്ത് പ്രൊഡക്റ്റീവ് ആകാം, അതാണ് എനിക്ക് ഏറ്റവും തോന്നിയത്. അപ്പോ തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറഞ്ഞ പോലെ 2 minutes പ്രിൻസിപ്പിൾ, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് ഒക്കെ നമ്മളെ ഒരുപാട് ഗുണകരമായിട്ട് തോന്നി. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് വർക്കോളിസം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് മാറ്റി ഈ നമ്മുടെ ക്ലാസിന്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു പ്രവണത എങ്ങനെ ഒഴിവാക്കാം. പലപ്പോഴും മടിക്കും അപ്പുറത്ത് ഈ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാറിപ്പോകുന്നില്ലേ? ഒരു ഭാഗത്തേക്ക് ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ മറ്റു കുറെ കാര്യങ്ങൾ വിട്ടുപോകും. അതെ, അത് മടിയല്ല, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എത്തിച്ചേരാൻ പറ്റുന്നില്ല ആ ഒരു തരത്തിലേക്ക്. ശരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ മടിയല്ല കേട്ടോ, പ്രൊക്രാസ്റ്റിനേഷൻ മടിയല്ല. പക്ഷെ പ്രൊക്രാസ്റ്റിനേഷനില് നമ്മൾ ഈ ആളുകളോട് പ്രൊക്രാസ്റ്റിനേഷൻ പറയുന്നത് മടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പ്രൊക്രാസ്റ്റിനേഷൻ മടിയല്ല. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ശരിക്കും തന്നെ ഒരു തരത്തില് വർക്കഹോളിസം ആണ്, അല്ലെങ്കിൽ വർക്ക് വേറെ പോകുന്നതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ. മടി എന്ന് പറയുന്നത് ശരിക്കും ലേസി ആയിട്ട് കുടുങ്ങിക്കൂടിയിരിക്കുന്നതാണ്. അപ്പം ആ ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. ബാക്കി ഒക്കെ ഇനിയും കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനുണ്ട്. പിന്നെ ക്ലാസിന്റെ കാര്യത്തിൽ ഈ ക്ലാസിന്റെ പാറ്റേൺ ടൈമിംഗ് എങ്ങനെയാ സാറേ? നമ്മള് നേരത്തെ ഞങ്ങൾ ഒരു സമയം പറഞ്ഞിരുന്നു, ഒരാളും ആ സമയത്ത് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സമയം പറയുന്നത് നിർത്തി. നിങ്ങൾക്ക് സൗകര്യപ്പെടും. അതായത് എല്ലാ ദിവസവും ഇൻസ്ട്രക്ഷൻസ് വാട്സപ്പില് നമ്മൾ രാത്രി 10 മണിക്ക് പോസ്റ്റ് ചെയ്യും. അതായത് അന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നാളത്തെ ഇൻസ്ട്രക്ഷൻസ് പോസ്റ്റ് ചെയ്യും. അപ്പൊ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ എന്തായാലും 1 മണിക്ക് എഴുന്നേക്കാൻ പോകുന്നില്ല, 12 മണിക്ക് എഴുന്നേക്കാൻ പോകുന്നില്ല, ഒരു 3 മണിക്ക് ശേഷം നിങ്ങൾ എപ്പോ എഴുന്നേറ്റാലും നിങ്ങളുടെ മൊബൈലിൽ ഈ സംഭവം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 45 മിനിറ്റ്, കിടക്കുന്നതിന് മുമ്പ് 45 മിനിറ്റ് ആ അന്നത്തെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിനു ശേഷം അത് ഡോക്യുമെന്റ് ചെയ്യാനുണ്ട്, ജേർണലിൽ എഴുതാനുണ്ട്. 14 ദിവസം കഴിഞ്ഞാൽ ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അത് 15ാം ദിവസം പോലെയാണ് തുടങ്ങുക. അപ്പം ഒരു വർക്ക് ബുക്ക് ഉണ്ടാവും. വർക്ക് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടണം. അത് പിന്നെ അവിടെയുള്ള മെന്റർമാർ അത് ഓവർസീ ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തരാണെങ്കിൽ തരും, ഇല്ലെങ്കിൽ അത് ജസ്റ്റ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പോകും. ആ രൂപത്തിലാണ് അത് പോവുക. അപ്പോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ 45 മിനിറ്റ്, കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 45 മിനിറ്റ്. സമയത്തിന്റെ ഒരു ബഹളമാണ് ഞാൻ ചോദിക്കുന്നത്. അത് സാധാരണ നമ്മൾ പറയുന്നത് യു വിൽ ഹാവ് ടു ഫൈൻഡ് യുവർ ടൈം എന്നുള്ളതാണ്. വർഗീസേട്ടൻ അതിന് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണെന്നുള്ള അവസ്ഥ യഥാർത്ഥത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്താണെങ്കിൽ ഇത് ജോലിയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കുക. നമുക്ക് പറയാൻ കാരണം ഇന്ന് മിക്കവാറും ആൾക്കാര് ജോലിയുടെ അടിമകളാണ്. ഇന്നത്തെ മോഡേൺ സ്ലേവറിയാണ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാകും. പലർക്കും 18 മണിക്കൂർ 20 മണിക്കൂർ ദിവസം ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ അതിൻ്റെ അകത്തുനിന്ന് ഒരു 1.5 മണിക്കൂർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കത്തില്ല. അങ്ങനെയുള്ള സ്ഥിതിയിലുള്ളപ്പോഴാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ഇതിന് അവധി എടുത്തിട്ട് ഇത് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം മൊത്തം മാറും. അതിനുവേണ്ടി അതുകൊണ്ടാണ് പറയുന്നത് അവധി എടുത്തുവാണെങ്കിലും ചെയ്യുക. എന്തിന് ഇപ്പൊ ഇവിടെ നമ്മള് നേച്ചർ ക്യാമ്പിന്, നമ്മുടെ സഹവാസ പരിപാടികളുടെ നേച്ചർ ക്യാമ്പിന് നമ്മൾ വരുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആദ്യം ഇൻസ്ട്രക്ഷൻ വെച്ചപ്പോ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ. അപ്പൊ അവിടെ വെച്ചാൽ ഹാളിനകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല പറയുമ്പോൾ ഇവർ ഉടനെ ഇടയ്ക്കിടയ്ക്ക് ഹാളിന്റെ വെളിയിൽ പോകും. എന്നിട്ട് കാരണം വൈബ്രേറ്റർ വെച്ചിട്ടേ പോവും. പിന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ വെളിയിൽ പോയിട്ട് ഓൺ ചെയ്തിട്ട് നോക്കും. ഇപ്പൊ എന്താ പരിപാടി എന്നറിയോ? മൊബൈൽ സറണ്ടർ ചെയ്യണം, രജിസ്ട്രേഷൻ കൗണ്ടറിൽ സറണ്ടർ ചെയ്യണം. മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കും. ആർക്കും കോളും വരുന്നില്ല, ഒരു പ്രശ്നമില്ല. കോൾ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് മിസ് കോൾ അലർട്ട് ഉണ്ടല്ലോ, അതുപോലും വരില്ല. കാരണം ഇവരുടെ അറ്റൻഷൻ അവിടെ ഇല്ല. അറ്റൻഷൻ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് കോൾ വരുള്ളൂ. ഇപ്പൊ എന്റെ ഫോണില് എന്റെ പേഴ്സണൽ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിലുള്ളതാണ്. പക്ഷെ എന്റെ ഫോണിലേക്ക് ഒരു ദിവസം വരുന്ന കോൾ, ക്യാമ്പിന്റെ സമയത്ത് ചിലപ്പോ കുറച്ച് കോളുകൾ വരും. അതല്ലാത്ത സമയത്ത് എന്റെ ഫോണിലേക്ക് ഒരു ദിവസം വരുന്ന കോൾ വരുന്നത് 3-4 കോളുകളാണ്. കാരണം ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം, എന്നുവെച്ചാൽ മെന്റലി ഓഫ് ചെയ്ത് വെച്ചിരിക്കണം, ഫോണിനെ ഫിസിക്കലി ഓഫ് ചെയ്തിട്ടില്ല. നമ്മളത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പൊ ജോബിന്റെ കാര്യത്തിലും നമ്മളെ ടൈം മാനേജ്മെന്റ് കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്കത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. കാരണം നമ്മളാണോ മുഖ്യം, നമ്മുടെ ജോലിയാണോ മുഖ്യം? ഇതാണ് കാര്യം.
ഞാനാണ് എനിക്ക് ഇമ്പോർട്ടന്റ് എങ്കിൽ നമ്മൾ ഈ പ്രാക്ടീസിലൂടെ കടന്നു പോകാൻ യു വിൽ ഹാവ് ടു ഫൈൻഡ് ടൈം. അല്ലെങ്കിൽ 56 വയസ്സിന് ശേഷം ആലോചിച്ചാൽ മതി. ഓക്കെ, വെൽക്കം. ഇവിടെ എല്ലാം ബോധമാണ്, നമ്മുടെ ബോധമാണ് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത്. അതെ, ബോധമാണ് ഇതിന്റെ കൺട്രോൾ. ഓക്കെ, ശ്രീ വർഗീസ് PV ഒന്ന് പരിചയപ്പെടുത്താമോ? ഹലോ, പറയൂ. എങ്ങനെയുണ്ടാവും? എന്റെ പേര് വർഗീസ് എന്ന് പറഞ്ഞല്ലോ. ഞാനിവിടെ വയനാടാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരി. ഓക്കെ, നമ്മുടെ പരിപാടിക്ക് മുമ്പ് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഒത്തിരി മാസങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ഞാൻ അതിനകത്ത് വരാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ അന്ന് മീനങ്ങാടിയില് നമ്മുടെ മീനങ്ങാടി ഒരാളുടെ കാര്യം പറഞ്ഞിരുന്നു. അന്ന് മീനങ്ങാടി ഒരാളുണ്ട് നമ്മുടെ ഇതിനകത്തുള്ള. അത് ആരാണെന്ന് എന്തോ മീനങ്ങാടിയാണോ അദ്ദേഹം? അദ്ദേഹം പനമരത്താണ്. പനമരത്ത് മീനങ്ങാടി ഉണ്ടെന്നിങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ പോലെ തോന്നി. പിന്നെ ഞാൻ വേറെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. ഈ സെഷൻ കേട്ടിരുന്നല്ലോ, എന്ത് തോന്നി എനിക്ക്? എനിക്ക് കുറച്ച് എന്താ പറയാ, ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് നമ്മൾ എന്താ പറയാ, ഈ ഒത്തിരി ക്വാളിഫിക്കേഷൻ എന്നുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഹാർഡായിട്ടൊക്കെ ചിലപ്പം തോന്നാം. എന്നാലും ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവണമെന്നില്ല. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്റെ നമ്പർ നേരത്തെ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മെസ്സേജ് കിട്ടിയല്ലോ. മെസ്സേജ് അപ്പൊ ഉണ്ടല്ലോ. പേരിന്റെ കൂടെ കാണുന്നത് നമ്പറല്ലേ? അതെ, അതേ നമ്പർ. പക്ഷെ അതില് 11 നമ്പർ കാണുന്നുണ്ട്. 11 നമ്പർ കാണുന്നുണ്ട്, അതാണ് പ്രശ്നം. എന്റെ നമ്പർ ഒന്ന് പറയാമോ? ഞാൻ പറയാം. 8848 ആ നമ്പർ അല്ലേ? അതോ 8848 205 212. സന്തോഷം പങ്കെടുത്തതിൽ സന്തോഷം. ഇനി ആരാണ് പറയാനുള്ളത്? ശ്രീകുമാരേട്ടാ, അങ്ങയുടെ ഒരു നിരീക്ഷണം പറയൂ. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രോഗ്രാം? ഹലോ, പറയൂ ഏട്ടാ. നമസ്കാരം. ഞാൻ ഒന്ന് ഓഫ് ചെയ്തതാണ്. ഞാൻ ജോയിൻ ചെയ്തതാണ്. എനിക്ക് അതിനകത്ത് പറയുന്ന വളരെ ശരിയാണത്. 1% പ്രാക്ടീസിന് 1% ഗുണം കിട്ടും. 100% എന്നെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് പറയുന്നത് എനിക്ക് ഈ 20-25% ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും എന്താ പറയാ, നമുക്ക് കൃത്യമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഈ കോഴ്സ് തന്നെ സാധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്താ പറയാ, ഒരു കാര്യം കേട്ടു, അതോ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റി പണ്ട് കാണുന്ന രീതിയിലല്ല ഇപ്പൊ അതിനെ ഒരു വ്യത്യസ്തമായിട്ട് അതിന്റെ ആ നിഗമനം വളരെ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഞാനിപ്പം വേറെ 1-2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, വീണ്ടും എനിക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തു. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ ശരി. 1% പ്രാക്ടീസ് 1%, 100% പ്രാക്ടീസ് 100% കിട്ടും ഗുണം. നമ്മളെ അടിമുടി മാറ്റും ഇത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും. തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും. സന്തോഷം. ഇനി ആരാണ് മറ്റേ മെമ്പേഴ്സാണ് പിന്നെ പറയാനുള്ളത്? ഓക്കെ, അപ്പൊ മെമ്പേഴ്സിനോട് പറഞ്ഞേക്കും. രാജേട്ടനും കൂടെ, രാജേട്ടനും പ്രദീപും. ഹലോ, ഞാൻ രാജനാണ്. പറയൂട്ടാ,
എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഇന്നത്തെ സെക്ഷൻ അതിഗംഭീരമായിരുന്നു. അതെന്തോ നമുക്ക് പറയുന്ന മാതിരി നമുക്ക് നമ്മള് PSP ചെയ്യുന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇവിടെ ട്രാവൽ ആയതുകൊണ്ട് അങ്ങനെ തള്ളിപ്പോന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ അന്നത്തെ അതാത് ദിവസങ്ങളിലെ കാര്യങ്ങൾ ചെയ്യാൻ 100% ശ്രമിക്കുമെന്നും ഈ പ്രോഗ്രാം എല്ലാവർക്കും നല്ല ഒരു പ്രോഗ്രാമായി വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഹാഷിഖ് പറയൂ. ഹാഷിഖ്, how was the program? നമസ്കാരം സന്തോഷേട്ടാ. നമസ്കാരം. ഈ പ്രോഗ്രാം ഇതിനു മുമ്പ് ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പങ്കെടുത്തപ്പോ കാര്യമായിട്ട് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പൊ രണ്ടാമത് കേട്ടപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഡൗട്ട്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയത്. അപ്പൊ തന്നെ അതിന്റെ ചില മാറ്റങ്ങൾ തന്നെ അതിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ്. ജീവിതത്തിലെ കുറെ മാറ്റങ്ങൾ തുടക്കത്തില് കണ്ടു തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് തന്നെ പതിയെ വന്നു തുടങ്ങിയത്. കൂടുതൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ മാറ്റങ്ങളും അതിന്റെ സൃഷ്ടികളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനിയും പങ്കെടുക്കാൻ സന്തോഷം. നമസ്കാരം. പ്രദീപ്. പ്രദീപ് ഉണ്ടോ അവിടെ? ദർശൻ പറയും. എല്ലാവർക്കും നമസ്കാരം. ദർശൻ കഴിഞ്ഞിട്ട് പറയും. ദർശൻ പറയും. ഞാൻ എന്റെ എക്സ്പീരിയൻസും കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അതിനുള്ളിൽ കയറിയവർക്ക് ഇറങ്ങിപ്പോയി. അപ്പോ എന്തായാലും പരിപാടി നല്ലതായിരുന്നു. കുറച്ച് വിഷയങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാൻ എന്തായാലും സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, പ്രദീപ്. നമസ്കാരം. അപ്പോ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പ്രദീപാണ്. നെന്മാറയാണ് സ്വദേശം, പാലക്കാട് ജില്ലയിലെ. അപ്പോ PSPന്റെ മീറ്റ് ആയതുകൊണ്ട് PSPന്റെ മാത്രം പറഞ്ഞതിനേക്കാൾ ഒളിമ്പസിലേക്ക് വരാനുണ്ടായ ആ സന്ദർഭം മുതൽ പറയുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുക. ഞാനൊരു 9 വർഷത്തിലേറെയായി ഒളിമ്പസുമായിട്ടുള്ള ബന്ധം. അപ്പൊ നമ്മൾ ആദ്യം ഒളിമ്പസിനെ കേൾക്കാൻ തുടങ്ങുമ്പോഴും അറിയാൻ തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ വളരെ, ഏട്ടൻ പറഞ്ഞ പോലെ, ഒരു ചതുരമായിട്ടാണ് ഏട്ടന്റെ മുന്നിലേക്ക് എത്തുന്നത്. എന്താ പറയാ, ഈ പ്രകൃതിക്ക് നമ്മളെ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും പ്രകൃതിയോട് പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപരിവ്യവസ്ഥയോട് നമ്മൾ ചെയ്യുന്ന ആഘാതങ്ങൾ എന്നറിയാതെ തരത്തില് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ നിന്നും കുറച്ച് പല വശത്തുങ്ങളിൽ നിന്നും പല തരത്തിലുള്ള അനുഭവങ്ങളും, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പല അടികൾ കിട്ടി അങ്ങനെയാണ് നമ്മുടെ നിയോഗം പോലെ നമുക്ക് ചെയ്യാനുള്ളത് എന്തോ ആ ഇടത്തേക്ക് നമ്മൾ എത്തുക. അങ്ങനെ ഒരു ഇടമാണ് ഒളിമ്പസ്. അങ്ങനെ നമ്മൾ കുറെ തവണ യാത്ര ചെയ്തു. ഓരോരാൾക്കും നമ്മൾ പരിണാമഘട്ടത്തിന്റെ പല അവസ്ഥയിലാണെന്ന് പറയുന്ന പോലെ നമുക്ക് ചില കാര്യങ്ങള് ചിലപ്പോൾ കേൾക്കുമ്പോൾ അത് നമുക്ക് അറിവിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ അതിനോടൊപ്പം കുറെ യാത്ര ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരമായിട്ടും ബോധമായിട്ടും ഒക്കെ മാറി ഒരു ഇളക്കം തട്ടാത്ത വിധത്തിലുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് ഇതാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറെ സത്യത്തിനോടൊക്കെ അടുക്കുക എന്നൊക്കെ പറയാം. കുറെ കഠിനമാണെന്ന് പറയാം. എന്താന്ന് പറഞ്ഞപ്പോ നമുക്ക് ആദ്യമായിട്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ജീവൻ നിലനിർത്താനല്ലാതെ ഒരു ഇല പോലും നമ്മൾ കൈകൊണ്ട് വെറുതെ പറിച്ച് കളയരുത് എന്നുള്ള വാചകങ്ങളാണ് എനിക്ക് ആദ്യം നിന്ന് മനസ്സിൽ നിൽക്കുന്ന പോലെ ഒളിമ്പസ് നിന്ന് കേട്ടത്. നമ്മുടെ മുന്നിലൊരു ചോദ്യം ഉണ്ടാവും, അതെന്താ അങ്ങനെ പറഞ്ഞു. നമ്മൾ അതുവരെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അല്ലെങ്കിൽ പുല്ലിനെ പറിച്ചു കളയും. കാട്ടിലെ യാത്രകളിലൊക്കെ പലരും ചെയ്യുന്നതാണ്.
ആട്ടുകൾ വെറുതെ പോകുമ്പോൾ വെറുതെ ചെടികളെ പറിച്ച് കളയുക. അപ്പോ അതിന് കേട്ടിട്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കി അവയിലേക്ക് നമ്മുടെ ശൈലിയാക്കി കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും നമുക്ക് കുറെ കാലതാമസം എടുക്കും. അപ്പൊ അങ്ങനെ ആ കാലതാമസം എടുത്ത് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഒളിമ്പസിലേക്ക്, എന്താ പറയുക, ഒളിമ്പസിൽ ഒന്ന് ചെറിയ തോതിലെങ്കിലും ഒരു 5% നമ്മളത് മനസ്സിലാക്കി എന്നുള്ളത് പറയാൻ കഴിയുക. അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ PSPയിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും പുറം ലോകത്തു നിന്നുള്ള അറിവ് കിട്ടിയിട്ട് ചില അഫർമേഷൻസ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ജീവിത വിജയം എന്നൊക്കെ ഒരു അവസ്ഥയിലാണ് പലരും നോക്കിക്കാണും. അപ്പൊ യഥാർത്ഥത്തിൽ ജീവിത വിജയം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, എന്റെ പേഴ്സണലായിട്ട് ഉള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ നമുക്കൊരു ഇത് കുടുംബത്തിന് മുമ്പ് രൂപപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ആ കാഴ്ചപ്പാടിന്റെയൊക്കെ ഒരു ധ്രുവതയുടെ നിയമം എന്നൊക്കെ പറയും ഇവിടുത്തെ ഒരു ഭാഷയിൽ. അപ്പോ ആ നിയമത്തിന്റെ നമ്മൾ ആഗ്രഹിക്കുന്ന, ഇതിനു മുമ്പ് ആലോചിച്ച ഒരു ഘട്ടത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അത് ഇറങ്ങി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മളോട് പ്രകൃതി എന്താണോ പറയുന്നത് അത് കേൾക്കാനുള്ള ഒരു ഒന്നും ചെയ്യാതിരിക്കാനുള്ള അവസ്ഥ എന്നല്ല, എന്നാലും നമ്മളെ കൊണ്ട് യഥാർത്ഥമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ജീവിത യാത്രയിലേക്കും കാലെടുത്ത് കുത്താൻ തോന്നുന്നുള്ളതാണ് കുറെ വർഷത്തെ യാത്രയിലൂടെ മനസ്സിലായത്. അതുപോലെ തന്നെ PSPയില് നമ്മളോട് തന്നെ ചോദിക്കുന്ന കുറെ സ്വയം ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഓരോ തവണ അത് നമ്മൾ എഴുതി വെക്കുമ്പോഴും ഓരോ തരം ബോധ്യങ്ങളാണ് നമുക്ക് ഉള്ളിലുണ്ടാവുക. അപ്പോ അങ്ങനെ ബോധ്യങ്ങളുണ്ടായി നമ്മളും പ്രകൃതിയും നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരവസ്ഥയിലും നമ്മുടെ യഥാർത്ഥ ധർമ്മവ്യവസ്ഥ എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലുമൊക്കെ നമ്മൾ എത്തുന്ന ഒരു സമയം നമുക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥ വരും. നമ്മൾ പുറമേ നിന്നും അളക്കുന്ന ഒരു സ്കെയിലും അല്ലെങ്കിൽ ഒരളവ് പോലും അല്ല ഒളിമ്പസിൽ നിന്നും നമ്മൾ നമ്മളെ തന്നെ അറിയുകയാണെന്നുള്ളതും കൂടുതൽ അറിയുകയാണ്. അതിന് നമ്മുടെ കുറെ ആവശ്യമില്ലാത്ത കുറച്ച് അഹങ്കാരങ്ങളും അഹവും ഒക്കെ നമ്മൾ പൊതിഞ്ഞു കിടക്കണം. അതൊക്കെ മെല്ലെ 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 ഉടഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുക. ഉടഞ്ഞു വരുമ്പോ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് നിൽക്കണം. പലരും ആദ്യത്തെ ഒരു ഇത് ഉടയുമ്പോ തന്നെ ഓടിപ്പോവാൻ താല്പര്യപ്പെടുന്നവരാണ്. കാരണം വിശ്വാസ വ്യവസ്ഥകളൊക്കെ തകരുമ്പോ ആൾക്കാർക്ക് കൂടുതൽ ഞങ്ങളുടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതും കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നവര് അത് കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നല്ലെങ്കിൽ നാളെ യഥാർത്ഥത്തില് എന്താണ് എന്നുള്ള കണ്ടെത്തുക തന്നെ ചെയ്യും. അത് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് നിർത്തും. നന്ദി, നമസ്കാരം. നമസ്കാരം. വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ വളരെ വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ മനസ്സിന്റെ 6 തലങ്ങളെയും എങ്ങനെ മാറ്റിയെടുക്കണം, അല്ല അത് മാറ്റിയെങ്കിലേ നമ്മൾ വിചാരിക്കുന്ന മാറ്റങ്ങൾ നമ്മളിൽ എത്താനൊക്കെ ഉള്ളൂ. അത് വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇത് പറഞ്ഞു. മനോചിത്രങ്ങൾ, നമ്മുടെ ശീലങ്ങള്, ബിഹേവിയർ, ഇതെല്ലാം ഉള്ളിൽ കിടക്കുന്ന ഭയം, പഴയ നമ്മുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മളെ എങ്ങനെയൊക്കെ മാറ്റുന്നു, ഏതൊക്കെ തലങ്ങളിൽ മാറ്റുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വളരെ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ അതിനെ സമഗ്രമായിട്ട് മാറ്റിയാലേ ഇത് നടക്കുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും അറിയേണ്ടത്. അപ്പം വളരെ നന്നായിട്ടുള്ള ഒരു സെഷനായിരുന്നു. അപ്പം എല്ലാവർക്കും അത് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ബോധ്യം വന്നതനുസരിച്ചിട്ട് അവർ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് പ്രയോജനപ്പെടുത്താൻ നോക്കുക. അതാണ് പറയാനുള്ളത്. പക്ഷെ ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച വരെയുള്ള ടൈമുണ്ട്. അതിന് മുമ്പ് തീരുമാനിച്ചാലും മതി. പക്ഷെ ഇപ്പൊ ഇന്ന് തന്നെ ചെയ്താൽ അത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.
ഇന്നത്തെ നീട്ടുവെക്കലിനെ മറികടക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള സെഷൻ വളരെ നന്നായിരുന്നു. തുടക്കക്കാരാണെങ്കിലും 6 മാനസിക തലങ്ങളെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതായത് 6ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും ഓരോ ഘട്ടങ്ങളുണ്ട്. അതുപോലെ ഓരോ പ്രവർത്തന രീതി എങ്ങനെയൊക്കെയാണ്. ഒരു ശീലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ശീലം എന്നത് എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണ്. പക്ഷെ അത് എത്ര ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു സെഷൻ അതിന് വളരെ സഹായകരമായിട്ടുണ്ടാകുന്ന കരുതുന്നു. ആ മനസ്സിലാക്കലാണ് നമ്മളെ പിന്നീട് അതിന്റെ പ്രായോഗികതയിലേക്ക് നയിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെ നന്നായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പലരും ഇപ്പോ വന്നതിൽ ഒരു 10 പേരെ ഇവിടെ ഉള്ളൂ. എങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കത്തക്ക രീതിയിൽ ലളിതമായ അവതരണമായിരുന്നു. അപ്പൊ എല്ലാവരും ഈ സെഷന്റെ ഭാഗമായിട്ട്, ഈ സെഷൻ നടത്തുന്നത് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മുടെ കോഴ്സിന്റെ മുന്നോടിയായിട്ടാണ്. അപ്പോ ഈ കോഴ്സിന് എല്ലാവരും ജോയിൻ ചെയ്യുക. ഇവിടെ ഉള്ളവരിപ്പം നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് മിക്കവാറും എന്ന് തോന്നുന്നു. എങ്കിലും അപ്പൊ എല്ലാവരും ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, ഈ കോഴ്സ് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രയോജനം തീർച്ചയായിട്ടും ചെയ്യുന്നവർക്കാണ് അതിന്റെ മുഴുവനായിട്ടും അതിന്റെ ഫലം കിട്ടുന്നത്. ഒരു മാറ്റം, ഒരു ചെറിയൊരു മാറ്റം, അത് തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടും, നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മുടെ ചുറ്റുപാടിനെ കൂടുതൽ മികവുറ്റതാക്കും എന്നുള്ളതാണ്. ചുറ്റുപാട് മാറിയിട്ട് ഞാൻ മാറുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നേരെ മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ശീലം, നീട്ടിവെക്കൽ എന്നുള്ളൊരു ശീലം ഒരുപാട് ആഴത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണിത്. നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ഞാൻ നീട്ടിവെക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിയിൽ ഇതിനൊരു കാരണം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാനത് നീട്ടി വെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കാം. അല്ല, എനിക്ക് നേരത്തെ സമയത്തിന് സാധിക്കുന്നുവെങ്കിൽ അതിനും ഒരു കാരണം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കാരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന കാരണത്തെ ആദ്യം നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം പറഞ്ഞ നമ്മൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ അതിൽ നിന്ന് മറ്റ് കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, പെർഫെക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ അന്വേഷിക്കുന്ന സ്ഥലത്ത് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതിൽ ഏതിലാണ് നമ്മളെ കുടുങ്ങിക്കിടക്കണമെന്ന് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് പരിശീലനത്തിന്റെ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പരിശോധന ഉണ്ടാകും. അത് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കോഴ്സ് അനുഭവം ആശംസിക്കുന്നു. കാരണം ഇത് കോഴ്സ് എന്നതിലുപരി ഇത് പ്രകൃതി നമ്മളോട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മറ്റുള്ളവരോട് പറയുന്നതും അങ്ങനെയാണ്. നിങ്ങൾ മാറൂ എന്ന് നമ്മളോട് പല രീതിയിൽ പ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ആര് പറയുന്ന സമയത്താണ് പിന്നെ മനസ്സിലാവുക എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പോലെ ഇരിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, വീണ്ടും കാണാം.